പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഏകദേശം 10 വർഷക്കാലം ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ കഴിഞ്ഞിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു സംഭവം വിവരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അതിന് പരിഹാരമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യൻ മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഒരു പരിഹാരം? മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങ്. ഈ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഒരുപാട് പശ്ചാത്തപിച്ചു മടങ്ങിയതാണ്. ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട്, പക്ഷേ പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട്. പിന്നെയും ഞാൻ ആ പാപം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ലോകത്തിന്റെ നേതാവ് ആ അനുചരനോട് പറഞ്ഞു കൊടുത്തു, നീ പിന്നെയും തൗബ ചെയ്യ്, രണ്ടാമതും നീ തൗബ ചെയ്യ്. എന്നിട്ടും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ, പിന്നെ ഞാൻ ചെയ്താലോ? പ്രവാചകൻ പറഞ്ഞു, നീ മൂന്നാമതും തൗബ ചെയ്യ്. പിന്നെ ചെയ്തോ? നാലാമതും തൗബ ചെയ്യ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്ക്. ഏതുവരെ എന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഇബ്ലീസ് ശൈത്താൻ ദുഃഖിക്കുന്നത് വരെ നീ തൗബ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കലും നീ ക്ഷമകെട്ടു പോകരുത്, നീ ഒരിക്കലും നിരാശനായി പോകരുത്. നീ തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് ഞാൻ കള്ളു കുടിക്കില്ല പടച്ചവനെ എന്ന് പടച്ചവനോട് പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെ കള്ളു കാണുമ്പോ നീ കുടിച്ചാൽ പിന്നെയും നീ വന്ന് തൗബ ചെയ്യണം. നീ തൗബ ചെയ്യില്ല, പിന്നെയും നീ പോയി കള്ളു കുടിച്ചു, പിന്നെയും നീ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. പിന്നെയും നീ കള്ളു കുടിച്ച, പിന്നെയും നീ തൗബ ചെയ്യണം. ഏതുവരെ? ഇബ്ലീസിന് തോന്നണം, ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. ഇബ്ലീസ് പരാജയപ്പെട്ടു പോകുന്നത് വരെ, ഇബ്ലീസ് പടച്ചവനെ, ഇവനെ ഞാൻ എത്ര പിഴപ്പിക്കാൻ നോക്കിയിട്ടും അവന് തെറ്റുകൾ ചെയ്തിട്ടും അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഇബ്ലീസ് ദുഃഖിക്കുന്നത് വരെ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലജ്ജയാ ചോദിക്കാൻ, എങ്ങനെയാ ഇതിങ്ങനെ എപ്പോഴും ചെയ്യണേ? എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ് തങ്ങളോട്, ഞാനൊരു വലിയ പാപം ചെയ്തു, എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയോട് മുന്നിലാണ് വന്നിട്ട് ചോദിക്കുന്നത്, ഞാനൊരു വലിയ പാപം ചെയ്തു, എന്ത് ചെയ്യണം? ചെറിയ പാപമൊന്നുമില്ല, വലിയ പാപമാ ചെയ്തേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യൻ ചെയ്ത പാപം ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന വന്നു. തന്റെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ സ്വർഗത്തിന് 8 കവാടമുണ്ട്. ഈ 8 കവാടങ്ങൾ തുറക്കുകയും ചെയ്യും, അടയ്ക്കുകയും ചെയ്യും. ഇതുപോലെ തൗബ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, തൗബയുടെ ഒരു വാതിലുണ്ട്, തൗബ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിനൊരു മലക്ക് കാവൽക്കാരനുണ്ട്, പക്ഷെ അതൊരിക്കലും അടയ്ക്കാറില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നീ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ പശ്ചാത്തപിച്ചു മടങ്ങ്, അള്ളാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം എത്രയോ പാപങ്ങൾ ചെയ്യുന്നവരാ. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ കണക്കെടുത്താൽ എന്റെ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് പാപങ്ങൾ. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്ത് നോക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ കണക്ക്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ടത് പാപം, കേട്ടത് പാപം, പറഞ്ഞത് പാപം, പിടിച്ചത് പാപം, നടന്നത് പാപം, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപം.
പാപം. എത്ര കണക്ക്, എത്ര പണം നമ്മുടെ കണക്കെടുക്കാൻ കഴിയുമോ? ഓരോ ദിവസവും എത്രയോ കോടാനുകോടി പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുന്നു. ആ ചെയ്തു പോകുന്ന പാപങ്ങളെ കുറിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്ന് ഏറ്റുപറഞ്ഞൊന്ന് പശ്ചാത്തപിച്ചു മടങ്ങാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കലല്ല. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. മഹാനായ ഔസഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പാപങ്ങൾ നിസ്സാരമായി കാണാം, പാപങ്ങൾ നിസ്സാരമായി കാണാം, പാപങ്ങൾ നിസ്സാരമായി കാണൽ വൻപാപമാണെന്ന്, അത് വൻപാപങ്ങളിൽ പെടുമെന്ന പടച്ചവനെ. ചില പാപങ്ങൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പാപങ്ങൾ നമ്മളങ്ങനെ പറയാതെ ചെറുതല്ലേ, അത് ചെറുതല്ലേ, ഇപ്പൊ ഒരു വക്കത്ത് പോയി, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, ഇതൊക്കെ നിസ്സാരമായിട്ട് ചെയ്തു പോയ പാപങ്ങളെ തള്ളിക്കളയുന്നത് വൻപാപങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയും അതുപോലെ തന്നെ വ്യഭിചാരവും പലിശ തീറ്റിയും വൻപാപങ്ങൾ, 7 വൻപാപങ്ങൾ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മാത്രമല്ല വൻപാപം, നിത്യമായിട്ട് ചില പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ നിത്യമായിട്ട് ചെയ്യുമ്പോൾ അത് വൻപാപങ്ങളിൽ പെട്ടുപോകും. നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ചെറിയ പാപങ്ങൾ നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണം. ചെറിയ പാപങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാനുള്ളതല്ല. നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന് നമ്മൾ ചെറിയ പാപമായിട്ട് കാണുന്ന പല കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ പാപങ്ങളായിട്ട് എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കള്ളുപിടിയും പെണ്ണുപിടിയും പലിശ തീറ്റിയും ഇതൊക്കെ ഇന്ന് സാധാരണയായി പോയി. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടി ഓടിക്കുന്നത് പോലെ ഇന്ന് ഇതൊക്കെ ചെയ്യണം മനുഷ്യന്മാർ. വലിയ വലിയ തെറ്റുകൾ ഇന്ന് ചെയ്യുന്നത് തന്റെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ ഓടിച്ചു കളയുന്ന പോലെ അത്രയുള്ള നിസ്സാരമായി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു വലിയ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത ഉപദേശം അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ചരിത്രങ്ങൾ ലുഖ്മാനുൽ ഹകീം തന്റെ മക്കൾക്ക് കൊടുത്ത, മകന് കൊടുത്ത ഉപദേശം വലിയ ഉപദേശമാണ്. വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, തൗബ നീ നീട്ടിവെക്കാൻ പാടില്ല. ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത ഉപദേശമാ, മോനെ, ഒരിക്കലും നിന്റെ തൗബ നീ നീട്ടിവെക്കാൻ പാടില്ല. നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ നന്നാകാം എന്നല്ല സഹോദരങ്ങളെ, തൗബ നീട്ടിവെക്കാൻ പാടില്ല. കാരണം മഹാനവറുകൾ അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു, മരണം എപ്പോ വേണമെങ്കിലും കയറി വരാം. എന്റെ സഹോദര, നാളെ നന്നാകാം, നാളെ സുബഹി മുതൽ നന്നാകാമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നു. പക്ഷെ നാളെ സുബഹിക്ക് നമ്മളിൽ എത്ര പേര് എഴുന്നേക്കുമെന്ന് ഉറപ്പുണ്ടോ? ആ തൗബ ചെയ്യുന്നതിന് മുമ്പ് മരണം നമ്മളെ തേടി വന്നു കഴിഞ്ഞാൽ, മരണം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? തൗബയുടെ കവാടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. തൗബയുടെ കവാടം അടയ്ക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പകടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, തൗബ നമ്മൾ ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല. തൗബ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എല്ലാരും ഇരുന്നിട്ട് ചുമ്മാതോ പറഞ്ഞാ പോരാ. തൗബ എന്ന് പറഞ്ഞാൽ അതിന് ചില ഷർത്തുകളും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ. എങ്ങനാ തൗബ ചെയ്യേണ്ടത്? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു തൗബ ഞാൻ പറഞ്ഞു തരാം.